ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ശ്രീമുഖലിംഗത്തിലാണ് ശ്രീമുഖലിംഗേശ്വര സ്വാമി ക്ഷേത്രം. AD 8-ാം നൂറ്റാണ്ടിൽ കമർണവ രണ്ടാമനാണ് ശ്രീമുഖലിംഗ ക്ഷേത്രം പണികഴിപ്പിച്ചത്. മുഖലിംഗേശ്വര, ഭീമേശ്വര, സോമേശ്വര എന്നിവയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഒറീസ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീമുഖലിംഗേശ്വര ക്ഷേത്രം പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീമുഖലിംഗത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ജലമുരു മണ്ഡലത്തിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ശ്രീമുഖലിംഗം. ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീമുഖലിംഗം. കലിംഗയിലെ കിഴക്കൻ ഗംഗ രാജാക്കന്മാരുടെ തലസ്ഥാനം കൂടിയായിരുന്നു ശ്രീമുഖലിംഗം. AD 8-ാം നൂറ്റാണ്ടിൽ കിഴക്കൻ ഗംഗ രാജവംശത്തിലെ കമർണവ രണ്ടാമനാണ് ശ്രീമുഖലിംഗം ക്ഷേത്രം പണികഴിപ്പിച്ചത്. അതിമനോഹരവും കൃത്യവുമായ ശില്പങ്ങളാലും ഭൂപ്രകൃതിയിലും ഉയരത്തിലും ശ്രദ്ധേയമായ സമമിതികളാൽ പ്രശംസനീയമായ സ്ഥലമാണിത്. കലിംഗ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. നദിയിൽ മുങ്ങിക്കുളിച്ചതും ക്ഷേത്രദർശനവും പുനർജന്മ ചക്രത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുമെന്നാണ് ഐതിഹ്യം. ശ്രീമുഖലിംഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിവന്റെ ക്ഷേത്രമാണ്. ശിവലിംഗത്തിന് ഭഗവാന്റെ മുഖമുണ്ട്. രണ്ടാമതായി, ലിംഗം ഇപ്പ മരമല്ല എങ്കിൽ മധുക മരത്തിന്റെ ഫോസിലാണ്. അതിൽ കൊത്തുപണികളുള്ള മുഖമുണ്ട്. എന്നാൽ കല്ല് കൊത്തുപണികളുടെ സംയോജനമല്ല. ഈ പ്രദേശം ഒരു അതുല്യമായ വൃക്ഷത്തിന് പേരുകേട്ടതാണ്, അതായത് മധുക മരം. സ്ഥലപുരാണമനുസരിച്ച് ശിവൻ ഇവിടെ ഒരു മധുക വൃക്ഷത്തിൽ അവതരിച്ചു. ഇവിടെ ഗോത്രങ്ങളായി ജനിച്ച ഗന്ധർവന്മാരെ വാമദേവ മഹർഷിയുടെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതിനാൽ ഇവിടെയുള്ള ശിവൻ ശ്രീ മധുകേശ്വര സ്വാമി എന്നും വാഴ്ത്തപ്പെടുന്നു. വാസ്തുവിദ്യയും ശില്പകലയും കൊണ്ട് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒന്നാണ് ഈ ക്ഷേത്രങ്ങൾ. എന്നാൽ അവ സൗന്ദര്യവർദ്ധകർക്കും പൈതൃകത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും മികച്ച സ്ഥലങ്ങളാണ്. അതിമനോഹരമായ ശിലാഫലകങ്ങളും വിവിധ ക്ഷേത്ര മതിലുകളെ അലങ്കരിക്കുന്ന ശില്പങ്ങളും അവരെ ആകർഷിക്കും. പ്രധാന ദേവതയുടെ പിന്നിൽ ശ്രീകോവിലിന്റെ വാതിലിനേക്കാൾ വലിയ ഒരു ഗോലം എന്നുവച്ചാൽ ഒരു വലിയ മൺപാത്രമുണ്ട്. ക്ഷേത്രഗ്രന്ഥങ്ങൾ അനുസരിച്ച് പണ്ട് നാഗണ്ണ എന്നൊരു കുശവനുണ്ടായിരുന്നു. ശിവഭക്തനായിരുന്ന അദ്ദേഹം എല്ലാ ദിവസവും സന്താനഭാഗ്യം ആവശ്യപ്പെട്ട് പൂജ നടത്തുമായിരുന്നു. ഒരു ദിവസം പാലിന്റെ ഗോലം ശിവന് സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ അതിന്റെ വലുപ്പവും ഭാരവും കാരണം അദ്ദേഹത്തിന് അത് ശിവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഗോലം പ്രവേശന കവാടത്തിൽ ഉപേക്ഷിച്ച് സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ പുരോഹിതൻ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നപ്പോൾ അത്യധികം ആശ്ചര്യപ്പെട്ടു. ദേവന്റെ തൊട്ടുപിന്നിൽ ഗോലം കണ്ടെത്തി. ഇത് ദൈവത്തിന്റെ മാന്ത്രിക പ്രവൃത്തിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. കുശവന് ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവരാത്രി ദിനത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വംശധാര നദിയിൽ പുണ്യസ്നാനം നടത്താനും ശിവന്റെ അനുഗ്രഹം വാങ്ങാനും ക്ഷേത്രം സന്ദർശിക്കുന്നു. 2 ദിവസങ്ങളിലായി ക്ഷേത്ര പരിസരത്ത് ജനപ്രവാഹമാണ്. ശ്രീമുഖലിംഗേശ്വര സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീമുഖലിംഗം ക്ഷേത്രത്തിൽ ഒരിടത്ത് 3 പുരാതന ക്ഷേത്രങ്ങളുണ്ട്. അതിമനോഹരവും പുരാതനവുമായ വാസ്തുവിദ്യയുടെ മഹത്തായ ക്ഷേത്രം അതിന്റെ പ്രാകൃത രൂപത്തിൽ 9-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് നിർമ്മിച്ചത്. ശ്രീ മധുകേശ്വര, ശ്രീ സോമേശ്വര, ശ്രീ ഭീമേശ്വര ക്ഷേത്രങ്ങൾ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 3 ക്ഷേത്രങ്ങൾ. പ്രിയങ്ക ഭീമേശ്വര, സോമേശ്വര ക്ഷേത്രങ്ങൾ ഒറീസ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ജലമുരു മണ്ഡലത്തിൽ വംശധാര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം 600 വർഷത്തിലേറെയായി കലിംഗ ഗംഗ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. പ്രശസ്തമായ ശ്രീമുഖലിംഗേശ്വര ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ പണിതതാണെന്ന് കരുതപ്പെടുന്നു. ഇന്തോ ആര്യൻ ശൈലിയിലുള്ള ചില അതിമനോഹരമായ ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു. AD 8-ാം നൂറ്റാണ്ടിലാണ് ശ്രീമുഖലിംഗം ക്ഷേത്രം പണികഴിപ്പിച്ചത്. ശ്രീമുഖലിംഗം ക്ഷേത്രം ശ്രീകാകുളം ജില്ലയിൽ നിന്ന് 56 കിലോമീറ്റർ അകലെയാണ്. മുഖലിംഗേശ്വര സ്വാമി എന്നറിയപ്പെടുന്ന ശിവനാണ് ശ്രീമുഖലിംഗം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഉമാമഹേശ്വര ക്ഷേത്രം, ശ്രീമുഖലിംഗം ക്ഷേത്രം പൂജകൾ, സേവകൾ, എല്ലാ വിവിധ സേവകളും നടത്തും. ഈ ക്ഷേത്രത്തിൽ അഭിഷേകം, അർച്ചന, മറ്റു പൂജകൾ എന്നിവ നടക്കാറുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഉത്സവം ആഘോഷിക്കും. ശ്രീമുഖലിംഗം ശ്രീകാകുളം ജില്ലയുടെ ഒരു ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. പുറത്തെ ശ്രീകോവിലിനു മുന്നിൽ ഒരു നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. സെൻട്രൽ നേവിന്റെ പ്രവേശന കവാടത്തിൽ മനോഹരമായ ഫ്രൈസുകൾ അടങ്ങിയിരിക്കുന്നു. അനിയങ്ക ഭീമേശ്വര, സോമേശ്വര ക്ഷേത്രങ്ങൾ എന്നിവ ഒറീസ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മതവിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ക്ഷേത്രങ്ങൾ ഒരു വലിയ ആകർഷണമാണ്. എന്നാൽ കലയും വാസ്തുവിദ്യയും പൈതൃകവും ഇഷ്ടപ്പെടുന്നവർക്ക് അവ മികച്ച സ്ഥലങ്ങളാണ്. ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും കിഴക്കോട്ട് ദർശനമുള്ള മധുകേശ്വര ക്ഷേത്രത്തിന് ഏകദേശം 65 അടി ഉയരമുണ്ട്. എല്ലാ വർഷവും പ്രത്യേക ഉത്സവങ്ങൾ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. ഒഡീഷയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വിശുദ്ധ സ്നാനം സ്വീകരിക്കാൻ സന്ദർശിക്കുന്നു. ഏകദേശം 2 ലക്ഷത്തോളം ഭക്തർ ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തി വംശധാര നദിയിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം പൂജകൾ അർപ്പിക്കുന്നു. 2 ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികളും നാടകങ്ങളും നടക്കും. ക്ഷേത്രത്തിന് ഗർഭാലയത്തിന് പുറമെ 8 വശങ്ങളിലായി 8 ലിംഗങ്ങളുണ്ട്.
സപ്തമാതൃകകളിൽ ഒരാളായ വരാഹി ദേവി ഇവിടെ നിൽക്കുന്ന പാർവതിയുടെ അവതാരമാണ്. ബാക്കിയുള്ളവ ബ്രാഹ്മി, മഹേശ്വരി, ഔമാരി, വൈഷ്ണവി, ഇന്ദ്രാണി തുടങ്ങിയവയാണ്. ഇവയെല്ലാം പാർവതി ദേവിയുടെ അവതാരങ്ങളാണ്. വരാഹാവതാരം, വാമനാവതാരം, സൂര്യവിഗ്രഹം എന്നിവയാണ് ഇവിടുത്തെ ശില്പങ്ങൾ. ഇവിടെ നടത്തിയ ഖനനത്തിൽ വീണപാണി സരസ്വതിയുടെ വിഗ്രഹവും ജൈന പ്രവാചകനായ മഹാവീരന്റെ വിഗ്രഹവും കണ്ടെത്തി. മുഖലിംഗത്തിലാണ് ഇവ സംരക്ഷിച്ചിരിക്കുന്നത്. നിരവധി ലിഖിതങ്ങളും ഇവിടെ കാണാം. അവരുടെ അഭിപ്രായത്തിൽ മുഖലിംഗാലയം AD 10-ാം നൂറ്റാണ്ടിൽ കമർണവ രണ്ടാമൻ രാജാവാണ് ഇത് നിർമ്മിച്ചതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മകൻ അന്യങ്ക ഭീമൻ വജ്രഹസ്തു ഭീമേശ്വര ക്ഷേത്രം നിർമ്മിച്ചു. ഇരുവരും കലിംഗ രാജാക്കന്മാരായിരുന്നു. മുഖലിംഗം എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവിധ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മധുലിംഗത്തിന്റെ പ്രാകൃത രൂപമായ മോഹനലിംഗം എന്നതിന്റെ വികലമാണ് മുഖലിംഗം എന്ന് അതിൽ പറയുന്നു. മറ്റൊരു വീക്ഷണം പറയുന്നത് മധുകേശ്വര ക്ഷേത്രത്തിലെ ലിംഗം മുഖമുള്ള ഒന്നാണെന്നും അതിനാൽ ഈ ക്ഷേത്രത്തെയും പട്ടണത്തെയും മുഖലിംഗ എന്ന് വിളിക്കുകയും സംസ്കൃതം, തെലുങ്ക്, ഒഡിയ ഭാഷയിൽ മുഖം എന്നർത്ഥം വരുന്ന മുഖ എന്നാണ്. ത്രികലിംഗ എന്ന സംസ്കൃത പദത്തിന്റെ തെലുങ്ക് വിവർത്തനമായ മുടുകലിംഗം എന്നതിൽ നിന്നാണ് മുഖലിംഗം ഉരുത്തിരിഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. കലിംഗ മേഖലയിലെ പ്രധാന നഗരമായിരുന്നു മുഖലിംഗം. പുരാതന കാലഘട്ടത്തിൽ 3 പ്രദേശങ്ങളായി വിഭജിച്ചിരുന്നതിനാൽ ത്രികലിംഗ എന്നും അറിയപ്പെട്ടിരുന്നു. ശ്രീമുഖലിംഗം റോഡ് മാർഗം നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഹൈവേ 106 ശ്രീമുഖലിംഗം ഗ്രാമത്തിലൂടെ കടന്നുപോകുന്നു. ശ്രീകാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ശ്രീമുഖലിംഗം ഗ്രാമത്തിലേക്ക് APSRTC നിരവധി ബസുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചല്ലവണിപേട്ട ഗ്രാമത്തിൽ നിന്ന് ശ്രീമുഖലിംഗം ഗ്രാമത്തിലേക്ക് നിരവധി ഓട്ടോകളും ടാക്സികളും ക്യാബുകളും ലഭ്യമാണ്. ഒഡീഷ സംസ്ഥാനത്തെ ഗജപതി ജില്ലയുടെ ജില്ലാ ആസ്ഥാനമായ പരലകമുണ്ടി പട്ടണത്തിന് വളരെ അടുത്താണ് ഈ ഗ്രാമം. ആന്ധ്രാപ്രദേശ് SH 106 ജർജങ്കി, ചല്ലവാനിപേട്ട, ജലുമുരു, ബുദിതി, കോമനപള്ളി, പിന്ദ്രുവാഡ എന്നീ ഗ്രാമങ്ങളെ ശ്രീമുഖലിംഗം ഗ്രാമവുമായി ബന്ധിപ്പിക്കുന്നു. ശ്രീമുഖലിംഗം ക്ഷേത്രം ശ്രീകാകുളത്ത് നിന്ന് 48 കിലോമീറ്റർ അകലെയാണ്. ശ്രീകാകുളം പ്രധാന ഇന്ത്യൻ നഗരങ്ങളുമായി നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. റോഡ് മാർഗം അവിടെയെത്താനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമാണിത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള നിരവധി ബസുകൾ, ടാക്സികൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ റോഡ് മാർഗം ശ്രീകാകുളത്തെത്താം. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ അകലെയുള്ള ശ്രീകാകുളം റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. ശ്രീകാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ക്യാബ് വാടകയ്ക്കെടുക്കാം അല്ലെങ്കിൽ ബസ് പിടിക്കാം. ഏകദേശം 150 കിലോമീറ്റർ അകലെ വിശാഖപട്ടണം വിമാനത്താവളമാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. നിങ്ങൾ വിസാഖിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ക്യാബ് വാടകയ്ക്കെടുക്കുകയോ അല്ലെങ്കിൽ ബസ് പിടിക്കുകയോ ചെയ്യാം. ഈ മുഖലിംഗം ക്ഷേത്രത്തിലെത്താൻ ക്ഷേത്രങ്ങളുടെ കാലനിർണയം ചരിത്രകാരന്മാർക്കിടയിൽ തർക്കവിഷയമാണ്. 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ക്ഷേത്രങ്ങൾ പലതരത്തിൽ കാലഹരണപ്പെട്ടിരിക്കുന്നത്. അവയിൽ ആദ്യത്തേത് 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 11-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ പരലകമുണ്ടി എസ്റ്റേറ്റിലെ മഹാരാജാവ് ഈ ക്ഷേത്രം നവീകരിച്ചു. 1936 മുമ്പ് ഇത് അവിഭക്ത ഗഞ്ചം ജില്ലയുടെ കീഴിലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. ഒറ്റനോട്ടത്തിൽ ശ്രീകാകുളത്തെക്കുറിച്ച് പറയാം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയുടെ ആസ്ഥാനമാണ് ശ്രീകാകുളം പട്ടണം. കലിംഗ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന BC 4-ാം നൂറ്റാണ്ടിലെ നന്ദ സാമ്രാജ്യത്തിന്റെ കാലത്താണ് പട്ടണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. നന്ദയെ ചന്ദ്രഗുപ്ത മൗര്യ പരാജയപ്പെടുത്തി കലിംഗ സ്വയം സ്വതന്ത്രനായി പ്രഖ്യാപിച്ചു. ശ്രീകാകുളം പ്രദേശം കലിംഗ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതിനാൽ മഹത്തായ കലിംഗ രാജവംശത്തിന്റെ ഭാഗമായിരുന്നതിനാൽ ഈ പ്രദേശം ഇന്ന് കലിംഗ ആന്ധ്ര എന്ന് വിളിക്കപ്പെടുന്നു. ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് വളരെ രക്തരൂക്ഷിതമായ ഒരു യുദ്ധമാണ് അശോക ചക്രവർത്തി കലിംഗക്കെതിരെ നടത്തിയത്. ഒടുവിൽ അശോകൻ വിജയിച്ചെങ്കിലും യുദ്ധം ഏകദേശം 2 ലക്ഷം മരണത്തിലേക്ക് നയിച്ചു. ഇത് പുരാതന ഇന്ത്യയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്നായി മാറി. വാസ്തവത്തിൽ മരണങ്ങളുടെ എണ്ണത്തിൽ അശോകൻ തന്നെ വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ ഖേദം നിറഞ്ഞു എല്ലാം ഉപേക്ഷിച്ച് ഒരു ബുദ്ധ സന്യാസിയായി. ശ്രീകാകുളം ജില്ലയിലെ ബുദ്ധമത പൈതൃക കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനുള്ള തെളിവുകൾ കാണാം. കലിംഗ പിന്നീട് സ്വതന്ത്രമായി. തുടർന്ന് ഗുപ്ത രാജവംശം പിടിച്ചെടുത്തു. പിന്നീട് ശതവാഹനന്മാരും പിതൃഭക്തരും മത്തരും കിഴക്കൻ ഗംഗകളും വന്നു. നാളിതുവരെ തലയുയർത്തി നിൽക്കുന്ന നിരവധി കലാസൃഷ്ടികൾക്കും വാസ്തുവിദ്യകൾക്കും ഗംഗയുടെ സംഭാവനയുണ്ട്. ഉദാഹരണത്തിന് ശ്രീമുഖലിംഗം ക്ഷേത്രം അവരുടെ ആദ്യകാലങ്ങളിൽ അവരുടെ തലസ്ഥാനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ്. ഗംഗയുടെ പുറപ്പാട് അർത്ഥമാക്കുന്നത് ചാലൂക്യരുടെയും തുടർന്ന് ചോളരുടെയും ഗജപതിയുടെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും വരവാണ്. പിന്നീട് കുത്തബ് ഷാഹികൾ വന്നു. മുഗളർ പിന്തുടർന്ന യൂറോപ്യന്മാർ. ആദ്യം ഡച്ചുകാരും തുടർന്ന് ഫ്രഞ്ചുകാരും ഒടുവിൽ ഇംഗ്ലീഷുകാരും ഇന്ത്യ സംസ്ഥാനം സ്വാതന്ത്ര്യം നേടുന്നതുവരെ. കുതുബ് ഷാഹിസിന്റെ ഫൗസ്ദാർമാരിൽ ഒരാളായ ഷേർ മുഹമ്മദ് ഖാൻ ശ്രീകാകുളത്തെ ജാമിയ മസ്ജിദ് നിർമ്മിച്ചു. അത് ഇന്നും നിലനിൽക്കുന്നു. ശ്രീകാകുളത്തെ ഏറ്റവും വലിയ പള്ളിയാണിത്.
പിന്നീട് മുഗളന്മാർ ഹൈദരാബാദിലേക്ക് അയക്കുന്നതിന് മുമ്പ് പിരിച്ചെടുത്ത നികുതിയും വരുമാനവും കണക്കാക്കാൻ ഈ പ്രദേശം ഉപയോഗിച്ചു. ഷിഗ, കോൾ എന്നീ അറബി പദങ്ങളിൽ നിന്നാണ് ശ്രീകാകുളം എന്ന പേര് വന്നത്. അറബിയിൽ ഷിക്ക എന്നാൽ ഒരു കെട്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. കോൾ എന്ന വാക്കിന്റെ അർത്ഥം തുറക്കുക എന്നാണ്. കാലക്രമേണ ഈ പ്രദേശത്തെ ഷിഗകോൾ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം പേഴ്സ് തുറക്കുക എന്നാണ്. ഇംഗ്ലീഷുകാർ ഇതിനെ ചിക്കാക്കോൾ എന്ന് വിളിച്ചിരുന്നു. 1950 മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ശ്രീകാകുളം എന്ന പേര് സ്വീകരിച്ചു. ആന്ധ്രാപ്രദേശിലെ തീരദേശ ജില്ലയുടെ ആന്ധ്രാപ്രദേശിലെ ആസ്ഥാനമായ ശ്രീകാകുളം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കിഴക്കായി അരസവല്ലി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സൂര്യദേവ ക്ഷേത്രം. നമ്മുടെ രാജ്യത്തെ 2 സൂര്യദേവൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ശ്രീകാകുളം പട്ടണത്തിൽ നിന്ന് തെക്കുകിഴക്കായി 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീകൂർമ്മം. ആമയുടെ അവതാരമായ ശ്രീകൂർമ്മത്തിലെ അവതാരത്തിൽ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നാണ് ശ്രീകൂർമ്മം ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചത്. അതിനാൽ ദേവനെ ശ്രീകൂർമ്മനാഥ എന്ന് വിളിക്കുന്നു. എന്നിവയാണ് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ.